സ്റ്റേജിൽ അങ്ങനെ നിൽക്കും കുറച്ച്. പക്ഷെ അടുത്ത സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ സ്റ്റഡീസിനെ ബാധിക്കും. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവൃത്തികളും വളരെ നല്ല ഫുൾഫില്ലായി ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവൃത്തികളും ഇത് ഇൻട്രപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആളുകളൊക്കെ നോട്ടീസ് ചെയ്യും. സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും, എന്താ ഇപ്പോൾ ശിവാനി അവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ഇങ്ങനെ പ്ലാറ്റ്ഫോമിലൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ വളരെ പല മേഖലയിലും ചിലപ്പോൾ നിങ്ങളുടെ കഴിവ് നൈപുണ്യം കാണിച്ചിട്ടുള്ള ആളായിരിക്കും. അതിലൊന്നും കാണാതെ വരുമ്പോൾ ചിലപ്പോൾ ചോദിക്കും. അപ്പോഴായിരിക്കും വീട്ടുകാരും ഫുള്ളി അവെയർ ആവുക. ശരിയാണ്, അവളിങ്ങനെ പറഞ്ഞിരുന്നു, മുമ്പ് പറഞ്ഞിരുന്നു. ചിലവർക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, നമ്മളിപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ ഭയങ്കര പ്രസക്തി നേടിയിട്ടുള്ള കാലഘട്ടമാണല്ലോ. അപ്പോൾ അതിലൊക്കെ ചില ആളുകൾ കുറിച്ച് വെക്കും എന്തെങ്കിലും ഡിപ്രസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൂഡ് ഡൗൺ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സൊക്കെ അത് വായിച്ച് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് വരും, എന്താണ് ശിവാനിക്ക് എന്ത് പറ്റി, എന്തെങ്കിലും ഒന്നും ഇടാറില്ലല്ലോ, പോസ്റ്റ് ഇടാറില്ലല്ലോ, എന്താ ഭയങ്കര മൂഡ് ഔട്ടാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളടുത്തൊരു പ്രൊഫഷണൽ ഹെൽപ്പിനെത്തുക. അപ്പോൾ അത് വൈകിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ മെഡിക്കേഷൻസ് ഒക്കെ ആവശ്യം വരും. അതല്ല ഏർലിയർ സ്റ്റേജിലാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ചില കൗൺസിലിങ്ങിലൂടെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. എന്നിരുന്നാലും ഈ അവഗണന നമ്മൾ ഒഴിവാക്കണം. മറ്റുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ വരുമ്പോഴും അതിൻ്റെതിരായ സീരിയസ്നെസ് നമ്മൾ കൈകൊള്ളണം. എസ്പെഷ്യലി നമ്മൾ കേരളക്കാരൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് കൂടി ആ വിദ്യാഭ്യാസത്തിൻ്റെ മികവ് അവിടെ കൂടി കാണിക്കണം.